മാറിമറിയുമ്പോഴും മാജിക് ഫിഗറിൽ തന്നെ BJP നിൽക്കുന്നു. ചൂലെടുത്തോ ഡൽഹിയിലെ ജനങ്ങൾ എന്നറിയാൻ ഇനി ശ്യാംബാബു പറഞ്ഞനുസരിച്ചാണെങ്കിൽ 34 മിനിറ്റ് കൂടി ക്ഷമിക്കാം. എന്തായാലും സൂചന വ്യക്തം. 36 സീറ്റിൽ BJP, 29 സീറ്റിൽ ആം ആദ്മി, 1 സീറ്റിൽ കോൺഗ്രസ്. ഡൽഹി വാർ ഒരുപക്ഷെ അതിന്റെ ക്ലൈമാക്സ് അവർ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം 1 മണിക്കൂറാകുന്നു. കേവലം 70 മണ്ഡലം മാത്രമാണ്, 19 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ മാത്രമാണ്. ആം ആദ്മി പാർട്ടിയുടെ മുഖങ്ങളെല്ലാം കരയുന്ന കാഴ്ചയാണ് കാണുന്നത്. ജനങ്ങൾ തിരസ്കരിച്ചു എന്ന സ്ഥിരമായ ഒട്ടും മാറ്റമില്ലാത്ത ശ്യാം പറഞ്ഞ പോലെ ട്രെൻഡ് മാറി മറിയുമ്പോൾ, ലീഡ് നില മാറി മറിയുമ്പോഴും മാറ്റമില്ലാതെ തുടർന്നത് 3 കാര്യങ്ങൾ എടുത്തു പറയണം. അരവിന്ദ് കെജ്രിവാൾ പിന്നിൽ തന്നെയായിരുന്നു, അതിഷി പിന്നിൽ തന്നെയായിരുന്നു, മനീഷ് സിസോദിയ പിന്നിൽ തന്നെയായിരുന്നു. ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രി ദീർഘകാലം ജയിലിൽ കഴിഞ്ഞത് എന്തിനാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ ആം ആദ്മി പാർട്ടി നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. അതിന് പിന്നാലെ മുഖ്യമന്ത്രി ആയിരുന്ന കെജ്രിവാൾ തന്നെ ജയിലറിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ജയിലിൽ നിന്ന് പോരാടുമെന്ന്. അപ്പോൾ ആ രീതിയിലുള്ള ചില നീക്കങ്ങളൊക്കെ കണ്ടപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇവരെന്തൊക്കെയാണ് ഈ ചെയ്യുന്നത് എന്ന രീതിയിലേക്ക് ഒരുപക്ഷെ ഫ്രീ ബി പൊളിറ്റിക്സിനും അപ്പുറത്തേക്ക് നിലപാടുകളിലേക്ക് എടുത്ത് ഡൽഹി ജനത ചർച്ച ചെയ്തു തുടങ്ങിയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഫ്രീ ബി പൊളിറ്റിക്സ് ഒരു ശാശ്വതമായി നിലനിൽക്കില്ല എന്നൊരു സന്ദേശം കൂടി ഈ വിഷയത്തിൽ ഒരു പക്ഷേ BJP മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, BJPയും പ്രകടന പത്രികയിൽ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കോൺഗ്രസ് അതിനേക്കാൾ വലിയ വാഗ്ദാനങ്ങളാണ് വാരിക്കോരി നൽകിയത്. കാരണം ഒന്നുമില്ലാത്തടത്ത് എന്തെങ്കിലും ആവട്ടെ എന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ടായിരിക്കും. എന്തായാലും ഗംഭീരമായ ഒരു പ്രകടന പത്രിക കോൺഗ്രസും പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ചിത്രങ്ങൾ അനുസരിച്ച് 36 സീറ്റുകളിൽ BJP മുന്നിട്ട് നിൽക്കുകയാണ്. 29 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയുമുണ്ട്. ശ്യാം പറഞ്ഞ കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് വരാം. ആം ആദ്മി പാർട്ടിയുടെ ഫ്രീ ബി, കൂടുതൽ തൊഴിലവസരങ്ങൾ, മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ചികിത്സ, മുടക്കമില്ലാത്ത ശുദ്ധജല വിതരണം, യമുനാ നദി ശുചീകരണം, റോഡുകളുടെ വികസനം, ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്ക് ക്ഷേമനിധി. BJP പറഞ്ഞത് വീണ്ടും 42 നടപടിയാണ്. വീണ്ടും 42ലേക്ക് വീണ്ടും BJP മുന്നോട്ട് കുതിക്കുകയാണ്. 42 സീറ്റുകളിൽ BJPയുടെ തേരോട്ടം. 26 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി മുന്നിട്ട് നിൽക്കുന്നു. 1 സീറ്റിൽ ഒരു ഓക്സിജൻ സിലിണ്ടറുമായി ഇതാ കോൺഗ്രസും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രീതിയിൽ ഒരു തിരിച്ചുവരവ് ഇനി ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടോ എന്നത് കൂടി നമുക്ക് നോക്കിക്കാണേണ്ടി വരുന്നു. 70 മണ്ഡലങ്ങൾ താരതമ്യേന മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ വോട്ടർമാരുടെ എണ്ണവും കുറവാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റുന്നില്ല, ഒരു 15 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. 9:30 നിന്ന് 9:15 മാറ്റിയിരിക്കുകയാണ് ശ്യാംബാബുവിന്റെ ഡെഡ് ലൈൻ. 58 മിനിറ്റ് ആകുന്നു വോട്ടെണ്ണൽ തുടങ്ങിയിട്ട്. BJP മുന്നോട്ട് വെച്ച തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ: വനിതകൾക്ക് പ്രതിമാസം 2500 രൂപ, ഗർഭിണികൾക്ക് ഒറ്റത്തവണ 21,000 രൂപ, പാവപ്പെട്ട സ്ത്രീകൾക്ക് പാചകവാത സിലിണ്ടറിൽ 500 രൂപ സബ്സിഡി, അടൽ ക്യാൻറ്റീനുകൾ. പറഞ്ഞതെല്ലാം നടപ്പാക്കിയ സർക്കാർ, പറഞ്ഞതെല്ലാം ചെയ്തു കാണിച്ച സർക്കാർ, ആ സർക്കാരിന്റെ നേതൃത്വം, ആ സർക്കാരിന്റെ പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാണ് പുതുവസന്തത്തിന് സമയമായി, ഇതൊക്കെയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങളെന്ന്. അത് മുഖവിലേക്ക് എടുത്തോ എന്നറിയാൻ 15 മിനിറ്റ് കൂടി കാക്കാം. 10 ലക്ഷം രൂപ വരെയുള്ള ആദായ നികുതി എടുത്തു കളയണമെന്നായിരുന്നു കെജ്രിവാൾ ആവശ്യപ്പെട്ടത്. പക്ഷേ ഒരു പടി കൂടി മുന്നിൽ കടന്ന് 12 ലക്ഷത്തിലേക്ക് അത് പ്രഖ്യാപനത്തിലേക്ക് മുന്നോട്ട് പോയി BJP. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡൽഹി പോലൊരു സ്ഥലം നമുക്കറിയാം, ഭൂരിഭാഗം പേരും സർക്കാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മധ്യവർഗ്ഗക്കാരാണ്, ഇടത്തരക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ കൃത്യമായി തന്നെ ബാധിക്കുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല 2015 ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായിരുന്നു കെജ്രിവാളിനെയും കൊണ്ട് നടന്നത്. പക്ഷേ 2020 എത്തി നിന്നപ്പോൾ അവരിൽ ഒരു വലിയ വിഭാഗം കെജ്രിവാളിനെ കൈയൊഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ഇതൊക്കെ ഓരോ ക്ലാസ് ബൈ ക്ലാസ് ആയിട്ട് നമ്മൾ എടുത്തു നോക്കേണ്ടി വരും. കാരണം ഇവരൊക്കെ എങ്ങനെയാണ് കെജ്രിവാളിന്റെ ഭരണത്തെ നോക്കിക്കണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആന്റി ഇൻക്യുബൻസിന് തന്നെയാണ്. കാരണം ഇത്രയും വർഷത്തെ രാജ്യ തലസ്ഥാന ഭരണം കൊണ്ട് ആം ആദ്മി പാർട്ടി ഒരു പക്ഷേ ഒരുപാട് ചീത്തപ്പേരുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഏത് രീതിയിലാണ് ഇത്തവണ പോളിംഗ് ബൂത്തിലെത്തിയപ്പോൾ ഓരോ ഡൽഹി വോട്ടറും പ്രതിഫലിപ്പിച്ചത് എന്നത് കാര്യം കൂടി നമുക്ക്
വ്യക്തമായി തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ 40 സീറ്റുകളിൽ കേവല ഭൂരിപക്ഷം എന്ന ആ 36 എന്ന മാജിക് നമ്പറും കടന്നുകൊണ്ട് 40 സീറ്റുകളിൽ BJP മുന്നോട്ട് പോവുകയാണ്. ആം ആദ്മി പാർട്ടി 28 സീറ്റുകളിലാണ്. ചാന്ദിനി ചൗക്ക് ലോക്സഭാ മണ്ഡലങ്ങളിൽ BJPയുടെ ശക്തമായ വേരോട്ടമുള്ള സ്ഥലമാണ്. അവിടെ 10 നിയമസഭാ മണ്ഡലങ്ങളിൽ 6ലും BJP മുന്നോട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്.